ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ റീ ഓപ്പണായി. ഇനിയിപ്പോൾ രാവിലെ ഒന്നിങ്ങോട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാതെ പറ്റൂലല്ലോ അല്ലേ. എല്ലാവരും വിരുന്നൊക്കെ പോയെടുത്ത് നിന്നൊക്കെ തിരിച്ചെത്തിയെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മളും കുറച്ച് ദിവസത്തിന് വിരുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് വന്നു, അടുത്ത പോക്ക് ഇക്കാൻ്റെ തറവാട്ടിക്കാണ് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ അടുത്തേക്കാണ്. അവർ കുറേ ദിവസമായിട്ട് വരാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോയത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞതായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ വരുന്നുണ്ടല്ലോ അപ്പോൾ വരാമെന്ന് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കുട്ടീനെ കളിപ്പിച്ച് മതിയാവണില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മാത്രം പോയാൽ പോരല്ലോ, അപ്പോൾ അവിടേക്കും പോകണമല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിറ്റേ ദിവസം തന്നെയാണ് ഇക്കാൻ്റെ തറവാട്ടിലേക്ക് പോണത്. കാരണം നമുക്ക് ഇനി അധികം ദിവസമില്ല. അപ്പോൾ ഒരു 2 ദിവസമെങ്കിലും അവിടെയും കൂടി വിരുന്ന് പോയിട്ട് വരാതെ പറ്റൂല. അത്രയും അവർ വിളിക്കുമ്പോൾ നമ്മൾ ഡിമാൻഡ് കാട്ടിയിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇളച്ചിയുണ്ട്, കുട്ടികളുണ്ട്, അവരൊക്കെ നമ്മളെ കുട്ടീനെ കളിപ്പിക്കാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണവരാണ് കേട്ടോ. അങ്ങനെ രാവിലെ അറിയാം നമ്മൾ മദ്രസയിൽ പോയി, മോന് ട്യൂഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാഗിപ്പൊടി വെച്ചിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടോ. കുറച്ച് അരിപ്പൊടി രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു നൂൽപുട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് മക്കൾക്ക് കഴിക്കാനും പറ്റും. പിന്നെ എന്നും ദോശ പുട്ട് ഇങ്ങനത്തെ ഒരു മാറ്റം വരും ചെയ്യുമല്ലോ. അങ്ങനെ രാഗി വെച്ചിട്ടുള്ള നൂൽപുട്ടൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചധികം തന്നെ പണികളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ വേഗം ചായ കുടിയൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ വീട് കിടക്കുന്ന ഒരവസ്ഥ. വിരുന്ന് പോയി വന്നാൽ കുറച്ചധികം പണിയുണ്ടാവും. പോകുമ്പോഴും എനിക്ക് നല്ല പണിയാണ്, പോയി വന്നാലും അതേപോലെ തന്നെ കേട്ടോ. പോകുമ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യണതിൻ്റെ ആ ഒരു ധൃതിയും കാര്യങ്ങളൊക്കെ, പോയി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് തിരിച്ച് അടുക്കി പെറുക്കി വെക്കണമല്ലോ. അപ്പോൾ തലേ ദിവസം രാത്രിയിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചതാ. വാഷ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കൊണ്ട് നിൽക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മടക്കി ഓരോരും അതിൻ്റെതായ സ്ഥാനത്തൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് പോകാൻ. പിന്നെ പോയി വന്നാലും കുറച്ചൊക്കെ നമുക്ക് അലക്കാനുണ്ടാവുമല്ലോ. പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, മെഷീനിലിടാൻ പറ്റാത്ത ഐറ്റംസുകളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ ഒന്ന് കല്ലിൽ കൊണ്ടുപോയിട്ട് അലക്കിയിടാനുണ്ട്. പിന്നെ കുറച്ച് ദിവസം തന്നെ 3 ദിവസമായിട്ട് വീട് ക്ലീനിങ് പരിപാടികളൊന്നും നടക്കാതെ കിടക്കണതുകൊണ്ട് തന്നെ നല്ല പോലെ പൊടിയായിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ടിലൊക്കെ കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ ഉള്ള ടൈമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ചു വരണം തുടക്കാനും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പണികൾ. അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ള ചെടികളുണ്ടല്ലോ, അവരെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് കേട്ടോ. 2-3 ദിവസം വെള്ളം കിട്ടാഞ്ഞിട്ട് ഈ ആൾ ഒരു ശോചനീയമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല, ഈ ആളെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളിത് നിലത്ത് വെച്ചപ്പോൾ അത്ര വലിയ കെയറിങ് ഒന്നും കൊടുത്തിട്ടില്ല, നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതേപോലെ തന്നെ ആയിരിക്കും ചട്ടിയിൽ നിന്ന്. പക്ഷേങ്കിൽ അങ്ങനെയല്ല, ചട്ടിയിൽ വെച്ചപ്പോൾ ആളെ ഒന്ന് സോപ്പിട്ട് തലോടി കൊണ്ടുനടക്കണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മറ്റവരൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇയാളെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ചെറിയൊരു സങ്കടമൊക്കെ, പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം കൂട്ടത്തിൽ നല്ല മൊഞ്ചായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അതിപ്പോൾ പറ്റ കോലം കെട്ടുപോയി. ഇനിയിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കണം. സാരമില്ല, എന്താ ചെയ്യല്ലേ, വല്ലപ്പോഴും ഒരു മാറ്റങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തവരാരാണുള്ളത്. അങ്ങനെ ചെടീൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവരൊക്കെ കണ്ട് നമ്മളൊക്കെ എത്തിക്കണമെന്നുള്ള വിവരങ്ങളൊക്കെ അവരെ അറിയിച്ച് കുറച്ച് കുടികളൊക്കെ കൊടുത്തു. ശരിക്കും നല്ല ദാഹിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ നിൽക്കുന്നത്. ചുവട്ടിലുള്ള മണ്ണൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് ശരിയാക്കി എടുത്ത് ഇനിയിപ്പോൾ അകത്തേക്ക് കയറണം. ബാക്കി പണികൾ അകത്താണ്. നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു ദിവസം, അങ്ങനത്തെ ഒരു ദിവസം ഇരുന്നു കേട്ടോ ഇന്ന്. എവിടേക്ക് നോക്കിയാലും എനിക്ക് പണികളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയൊരു സമാധാനം, എനിക്ക് ലഞ്ചൊന്നും റെഡിയാക്കാനില്ലായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെയാണ് ഇക്കാൻ്റെ അമ്മയപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും കൂടി ഇവിടെ ഈ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് കുട്ടിനെ വെച്ചിട്ട് അതൊന്നും ചെയ്യണ്ട, ബാക്കിയുള്ള പണിയൊക്കെ കഴിച്ചിട്ട് പോരേന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് കേൾക്കാൻ കാത്തിക്കില്ലേ. കാരണം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എനിക്കൊരുപാട് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുക്കിങ്ങും കൂടി വരുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ പരിപാടികളൊന്നും നടക്കില്ല. കണ്ടില്ലേ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാതെ പോയാൽ നമുക്ക് മനസ്സിനൊരു സമാധാനം ഒട്ടും ഉണ്ടാവില്ല. തിരിച്ച് വരുമ്പോൾ ആ വീട് ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. എവിടേക്കെങ്കിലും പോകുമ്പോൾ വീടൊന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് നല്ല നിർബന്ധമുള്ള കാര്യമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ഉച്ച ആയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. 12:30-1 മണി വരെ എനിക്ക് ഡ്യൂട്ടി തന്നെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞു. നമ്മളിതാ എൻ്റെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ അവിടേക്ക് പോകണതൊന്നും വീഡിയോ എടുത്തില്ല. കുറേ വീഡിയോസ് പെൻഡിങ്ങിൽ എടുക്കുന്നുണ്ട്. നമ്മളൊരു യൂട്യൂബറായി പോയില്ലേ, എവിടേക്ക് നോക്കിയാലും വീഡിയോ എടുക്കുന്നത് ഒരു ശീലമായി പോയി. അതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് എഡിറ്റ് ചെയ്തിടാൻ. ഇപ്പോൾ സ്റ്റോറേജ് അത്യാവശ്യം ഫുള്ളായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ.
അങ്ങനെ ഇതാ ഇവിടെ എത്തി. നമ്മൾ ഉച്ചക്കത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാതും ചെറിയ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇളച്ചി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പായസമൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡടി കഴിഞ്ഞു. ഇതിപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നതാ. ചെറുപയർ പരിപ്പ് പായസമായിരുന്നു ഉച്ചക്ക്. അതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം അതിൽ നിന്ന് വീണ്ടും ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ചേർന്നിട്ട് വൈകുന്നേരത്തെ ചായ കുടി. ഇനിയിപ്പോൾ ഇവരൊന്നും പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർ പ്രായക്കാരുണ്ട് കളിക്കാനും എല്ലാത്തിനും. കളിക്കാൻ മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കാനാണെങ്കിലും ഇവർ ഒരുമിച്ച് ഒറ്റക്കൈയായിട്ട് നിൽക്കുന്ന ടീംസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസം ഇനിയിപ്പോൾ ഇവരെ നോക്കുകയേ വേണ്ട. കുട്ടികൾക്ക് കളിക്കുന്ന ഹരാണെങ്കിൽ എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞാൽ തീരൂല കേട്ടോ. അത്രയും ഹരം പിടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ പറയാം കേട്ടോ. ഇമ്മയും ഇളച്ചിയും ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഫോണിൽ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും ഇവിടെ വന്നാൽ പറഞ്ഞാൽ തീരൂല. എനിക്ക് അവരോടും അവർക്ക് എന്നോടും കുറേ പറയാനുണ്ടാവും കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഉമ്മ ഒരു അമ്മായിമ്മ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഒരേപോലെ നമ്മളെ രീതിയിലൊക്കെ കിട്ടുന്ന ഒരാളാട്ടോ. പിന്നെ ഇക്കാൻ്റെ ഉമ്മക്ക് പെൺകുട്ടികളില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നല്ല രസം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ശരിക്കും ഒരു ഗ്രാമീണ വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. നമ്മൾ കുറച്ച് വർഷം പുറകോട്ട് പോയി തോന്നും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും. അപ്പോൾ അതായത് ഞാൻ പിറ്റേ ദിവസം എടുത്തതാ ഇളച്ചി മോളെ മദ്രസയിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നു കേട്ടോ. റിയമോളിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഇന്നത്തെ മദ്രസ കട്ട്. അവളവിടെ മൂടി പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ പോണ ആൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് പോകാൻ. വീട്ടിൽ വിരുന്നുകാരുണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ രാവിലത്തെ മദ്രസ മാത്രമല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരൂലേ, സ്കൂളിലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേബി കണ്ടില്ലേ ഇവിടെ എത്തിയപ്പോൾ എന്താ പറയുക, അവനും ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യണ്. ഞാനുണ്ടല്ലോ 2 ദിവസം നിന്നെങ്കിലും ഒറ്റ ഒരു വീഡിയോയിലാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒതുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് ഒരു കാരണം. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണ മൂടൊന്നുമല്ല, എല്ലാവരും കളിച്ചും ചിരിച്ചും അങ്ങനെ സമയം കളയുക. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. പുറത്തൊക്കെ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോയ പോലൊരു തോന്നലാണ്. 2026 ഇങ്ങോട്ട് എത്തിയിട്ടില്ലേ എന്നൊക്കെ തോന്നും. അത്രയും ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഞാനങ്ങനെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാ പിന്നീട് ഒരിക്കൽ നമ്മൾ ഫോണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ ഒക്കെ സെറ്റാക്കാം. പിന്നെ ഫോണിൻ്റെ മാത്രം കുറ്റം പറയേണ്ട, നമുക്ക് അങ്ങനത്തെ ഒരു മൂഡ് വരണമില്ല കേട്ടോ. ഇവിടെ വന്നാൽ ഇങ്ങനെ കളിച്ചും ചിരിച്ചും കുട്ടികളെ പോലെ നടക്കുക, അതാണ് എൻ്റെ മെയിൻ പരിപാടി. മക്കളാണെങ്കിൽ അതിനേക്കാളും നല്ല ഫോമിലാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസം ഞാനിവിടെ നിന്നെങ്കിലും അത്രയും വിശേഷങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഒരിക്കലാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളായിട്ട്